ഏറെ സ്നേഹിക്കപ്പെടുന്ന വികാരിയച്ച, ഏറ്റവും ബഹുമാനമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വാസസ്ഥലത്തെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത്. നമ്മൾ ഈ സെമിത്തേരിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ വാസസ്ഥലം അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന ഇടം ഏതാണ്? ഈ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ഈ ധ്യാനിച്ചു തുടങ്ങാം ഈ സുവിശേഷം. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, യേശു പറയുന്നു, പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ഒരുക്കുവാനായിട്ട് ഞാൻ പോവുകയാണെന്ന് യേശുനാഥൻ നമ്മോട് ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിത്രമുണ്ട്. ഈ സെമിത്തേരിയിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്ന എൻ്റെ ക്രിസ്തുനാഥൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആ ഒരു ചിത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആ ചിത്രം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായിട്ട്, എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കപ്പെടുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ചിന്ത. ഇന്ന് നമ്മൾ ഈ സെമിത്തേരിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കർത്താവ് തരുന്ന ഒന്നാമത്തെ ചിന്തയാണ്, നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ സ്ഥലം ഒരുക്കി അവര് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, അവർ ആ സ്ഥലത്തേക്ക് പോയി. ഇന്ന് ഇവിടെ ആയിരുന്നു കൊണ്ട് ഈ ബലി അർപ്പിക്കുമ്പോൾ ഈ ബലിമധ്യയെ കർത്താവ് നിന്നോട് പറയുക, നിനക്ക് വേണ്ടിയും ഒരു സ്ഥലം ഒരുക്കപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള ചിന്ത, അവിടേക്ക് നീ പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ കർത്താവ് വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ വിളിക്കുമ്പോൾ നീ പോകേണ്ടിയിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ചിന്ത, അവിടേക്ക് ഞാൻ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത. മൂന്നാമതായിട്ട്, വെറുതെ പോകാൻ പറ്റത്തില്ല. ആ സ്ഥലം ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പിന്നെ ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്ത് എനിക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനു വേണ്ട യോഗ്യത എനിക്ക് വേണം. അതിന് ഞാൻ എന്തു ചെയ്യണം? അതിനുവേണ്ടി ഞാൻ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാ അവിടേക്ക് വിളിക്കുന്നതിന് മുൻപേ നിനക്കൊരു ആഹ്വാനം നൽകുകയാണ്. ഇങ്ങനൊരു സ്ഥലം നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നീ ഇനി വെറുതെ ഇങ്ങനെ നടന്നാ പോരാ, അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് ഇന്നേ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട്, അതാണ് നിന്റെ യഥാർത്ഥമായ സ്ഥലം എന്ന് നീ മറന്നു പോകരുത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആകർഷണങ്ങളിൽ മുഴുകി ഇതാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് കർത്താവ് ഇന്ന് ഈ വിശുദ്ധ ബലി മധ്യേ ഈ സെമിത്തേരിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളോട് പറയുക. ചുറ്റുപാട് നോക്കിക്കേ, എന്നിട്ട് പറയുക, ഇതുപോലെ വിശ്രമിക്കേണ്ട വ്യക്തിയാ നീ. അതുകൊണ്ട് ഈ ആകർഷണങ്ങളിൽപ്പെട്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്നും ഇങ്ങനെ ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ യഥാർത്ഥമായ സ്ഥലം ഇവിടെയല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് ആദ്യം തന്നെ ഈ സുവിശേഷം ഇട്ടുതരുകയാണ്. ആ ഒരു ഇടം, വാസസ്ഥലം, ആ സ്ഥലത്തേക്കുള്ള വാതിലാണ് എന്ത്? ഈ മരണം എന്ന് പറയുക. അപ്പൊ മരണം എന്ന യാഥാർത്ഥ്യം നമുക്ക് മുൻപിലുണ്ട്, ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ഓർത്തു നോക്കിക്കേ, നാം ജനിക്കുന്നത് തന്നെ, നമ്മുടെ ജനനം തന്നെ ഒരു മരണമാണ്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം എന്ന ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അതൊരു മരണമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വിട പറയുന്ന ഒരു സന്ദർഭം, സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ മരണത്തോടുകൂടെ നമ്മുടെ പുതിയൊരു ജനനം, ഈ ലോകത്തിലേക്കുള്ള ഒരു ജനനം നമുക്ക് സംഭവിക്കുകയാണ്.
അങ്ങനെ ജനിച്ചു കഴിഞ്ഞാലോ പിന്നെ അങ്ങോട്ട് നമുക്ക് ഓർമ്മകളുടെ ഒരുക്കലാണ്, ഓർമ്മകളുടെ കലവറ തന്നെ ഒരുക്കുകയാണ് ഈ ലോകത്ത് നമുക്ക് മുൻപിലാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലൂടെ, കുഞ്ഞുനാൾ തൊട്ടുള്ള ജീവിതത്തിലൂടെ ജസ്റ്റ് ഒന്ന് കടന്നു പോകാം. ഇങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തോട് വിട പറഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴാൻ പോകുന്ന ഒരു കുഞ്ഞിനെ എത്രയേറെ ആഗ്രഹത്തോടെയാ, അതീവ സന്തോഷത്തോടെയാ, പ്രതീക്ഷയോടുകൂടെയാ, ചിലപ്പോൾ വർഷങ്ങളൊക്കെ പ്രാർത്ഥിച്ചല്ലേ ഒരു കുടുംബം കാത്തിരിക്കുന്ന ആ കുഞ്ഞിന്റെ ജനനത്തിനു വേണ്ടി. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ ഒടുവില് ഇതാ കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകുകയാണ്. കുഞ്ഞിതാ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ്, ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ്. എത്ര ആവേശത്തോടെയാ ആ കുഞ്ഞിനെ മാതാപിതാക്കള് കരങ്ങളിലേക്ക് താങ്ങുന്നത്. പിന്നെ ആ കുഞ്ഞിന്റെ ഓരോ വളർച്ചയിലും ഈ മാതാപിതാക്കളും കുടുംബവും ഒത്തിരി സന്തോഷിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്കറിയാം, ആ കുഞ്ഞ് കാലിട്ടടിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ചിരിക്കുമ്പോൾ സന്തോഷമാണ്. നമ്മൾ അതിന്റെ മുൻപിലൊക്കെ പോയി ഇങ്ങനെ കൈകൊട്ടി കാണിക്കും, കളിപ്പിക്കും, കിലുക്കാമ്പെട്ടിയൊക്കെ എടുത്തൊന്ന് കുലുക്കി കാണിക്കും. അപ്പൊ അത് എന്ത് ചിരി, അത് ചിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക്. അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് കമന്ന് വീഴുമ്പോൾ ഉടനെ ഫോൺ വിളിച്ചിട്ട് പറയും, ജീവിത പങ്കാളി ജോലിക്ക് പോയേക്കുവാണെങ്കിൽ ഉടനെ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കുഞ്ഞ് കമന്ന് വീണു കേട്ടോ. ഞാൻ കുഞ്ഞൊന്ന് നീന്താൻ തുടങ്ങുമ്പോൾ എത്ര സന്തോഷമാണ്. അമ്മ ഇങ്ങനെ ചെറുതായിട്ട് ഓടി ഓടി പോയിട്ട് കുഞ്ഞിങ്ങോട്ട് വരുന്നുണ്ടോ, നീന്തി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. തറയൊക്കെ നന്നായിട്ട് തുടച്ചിടും, കാരണം കുഞ്ഞിതാ നീന്തി തുടങ്ങിയിരിക്കുക. അതിനുശേഷം പയ്യെ ഇവൻ എന്ത് ചെയ്യും, ഇവളെന്ത് ചെയ്യും, ഈ കുഞ്ഞ് പതിയെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. എഴുന്നേക്കും, അതിനേക്കാളും സന്തോഷമാണ്. പിന്നെ പതിയെ ആ കുഞ്ഞിങ്ങനെ കരങ്ങളിലൊക്കെ പിടിച്ച് അമ്മയുടെയും അപ്പന്റെയും സഹോദരങ്ങളുടെയും കരങ്ങളിലൊക്കെ പിടിച്ച് മെല്ലെ മെല്ലെ ഒന്ന് പിച്ചു വെക്കാൻ തുടങ്ങുമ്പോൾ എത്ര സന്തോഷമാ, എത്ര ആനന്ദമാ. അതുപോലെയല്ലേ നമ്മളെ നമ്മുടെ മാതാപിതാക്കള് വളർത്തിയത് എന്ന് നമുക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ ചിന്തിക്കാം. അത് മറന്നു പോകരുത്. കാരണം നാം കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങളിലും സന്തോഷിച്ച് അതീവ ജാഗ്രതയോടുകൂടെ നമുക്കൊന്നും പറ്റരുത് എന്നുള്ള ചിന്തയോടുകൂടെ ജീവന് തുല്യം നമ്മെ സ്നേഹിച്ച് കാത്തു പരിപാലിച്ച് നമ്മെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സെമിത്തേരിയിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടത്, അവർ ജീവിതത്തിൽ കഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടി. ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ ഇത്തരത്തിൽ സന്തോഷത്തോടുകൂടെ ഞാൻ ആയിരിക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അവരുടെ ആരോഗ്യം പോലും നോക്കാതെ എനിക്ക് വേണ്ടി, ഞാനൊന്ന് നേരെയാകാൻ വേണ്ടി എത്രത്തോളം അവർ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ ആയി തീർന്നവരല്ലല്ലോ നമ്മളിവിടെ നിൽക്കുന്നവരാരും. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഓർമ്മകള് നമ്മൾ മറന്നു പോകരുത്. ഇതൊക്കെ ഓർത്തെടുത്ത് ഹൃദയത്തില് രേഖപ്പെടുത്തണമെന്ന് ഈ ദിനം വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിന്റെ 1-ാം ദിനത്തില് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്നിട്ടൊന്ന് ചിന്തിച്ചേ, ഇങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി എന്നെ ഓർത്ത് എനിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ച ആ മാതാപിതാക്കൾ എന്നെ വിട്ടുപോയപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് എനിക്ക് സാധിച്ചത്? എന്ത് ചെയ്യാൻ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടി? ഈ സെമിത്തേരിയിലാണല്ലോ നമ്മൾ നിൽക്കുക. ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കിക്കേ. ഇങ്ങനെയാണോ എൻ്റെ സെമിത്തേരി കിടക്കേണ്ടതെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇങ്ങനെയാണോ എൻ്റെ സെമിത്തേരി കിടക്കേണ്ടത്? ഞാനും ഒരു ദിവസം മരിക്കും കേട്ടോ, ഞാനും ഒരു ദിവസം മരിക്കും. നമ്മൾ എന്നും ഇങ്ങനെ നിൽക്കാൻ പോകുന്നില്ലല്ലോ. അതാ ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഇതുപോലെ നല്ല സാരി ഉടുത്ത് വന്ന ചേച്ചിമാരുണ്ട്, നല്ല ഷർട്ടും പാൻറ്റും ഇട്ട് വന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് അവരില്ല. അവരിന്ന് ഇവിടെ വിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ എന്നെയും നോക്കി ഇന്ന് പറയുക, നീയും ഇതുപോലെ എന്നും ഉണ്ടാവില്ല.
നീയും വിശ്രമിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. അപ്പൊ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ തണുപ്പ് കൊള്ളിക്കാതെ, എന്റെ കൊച്ചൊത്തിരി വെയില് കൊള്ളിക്കാതെ, അവന്റെ കാലിലൊരു മുള്ളു കൊള്ളല്ലേ, അത്തരത്തില് കാത്തു സംരക്ഷിച്ച് നമ്മെ വളർത്തി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഇത്രയും ആക്കി തീർത്ത നമ്മുടെ മാതാപിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറ ഇതുപോലെ ഇട്ടിരിക്കുന്നത് നല്ലതാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെ അനാഥമായി ഇവരിങ്ങനെ കിടക്കുമ്പോ, കാട് പിടിച്ച രീതിയിൽ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലം ഇങ്ങനെ കിടക്കുമ്പോ, ആർക്കും എപ്പോഴും കയറി വന്ന് എന്തും ചെയ്യുവാൻ സാധിക്കുന്ന ഒരിടമായിട്ട് എൻ്റെ അപ്പന്റെയും അമ്മയുടെയും വിശ്രമ സ്ഥലം ഇങ്ങനെ കിടക്കുമ്പോ എന്തേ എനിക്ക് സങ്കടമില്ലാത്തത്? എന്തേ എൻ്റെ മനസ്സ് നോവാത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അത്രയ്ക്കും കട്ടിപിടിച്ച് പോയോ എൻ്റെ ഹൃദയമൊന്ന് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം തിരുനാളിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വികാരിച്ചൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, ഈ സിമിത്തേരി എന്ന് പറയുന്നത് മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന സ്നേഹ സ്മാരകങ്ങളാണ്. എങ്ങനെയാ മക്കള് തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി തങ്ങളെ ഇതുപോലെ സ്നേഹിച്ച് പരിപാലിച്ച് തേനെ പാലേ എന്നൊക്കെ പറഞ്ഞു വളർത്തിയ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പണി കഴിപ്പിക്കുന്ന സ്നേഹത്തിന്റെ മുദ്രകളാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ സ്മാരകങ്ങളാണ് ഈ സിമിത്തേരി എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പോയി. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഇതെന്ത് സ്മാരകമാണ്? ഇതാണോ സ്നേഹത്തിന്റെ സ്മാരകം? ഇത്രയൊക്കെ സ്നേഹമാണോ എനിക്ക് എൻ്റെ അപ്പനോടും അമ്മയോടും ഉള്ളത്? ഞാൻ അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച സ്നേഹ സ്മാരകങ്ങളാണോ ഇതെന്ന് നിങ്ങളൊന്ന് നോക്കണം. ചുറ്റുപാടും ഇത് മതിയെങ്കിൽ ഓർക്കണം, എന്തുകൊണ്ട് എനിക്കിത് മതി. അപ്പോൾ ഈ ലോകത്ത് ഒരു മാതാവോ പിതാവോ സ്വന്തം കല്ലറ മനോഹരമാക്കുവാനായിട്ട് കഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കല്ലറ മനോഹരമാക്കണമെന്ന് ഒരു മാതാപിതാക്കന്മാരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല, വിയർപ്പൊഴുക്കിയില്ല. അവര് വിയർപ്പൊഴുക്കിയതും കഷ്ടപ്പെട്ടതുമൊക്കെ എൻ്റെ മക്കള് നേരെയാവണം, എൻ്റെ മക്കള് മെനയ്ക്ക് നടക്കണം, എൻ്റെ മക്കൾ ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കണം, ആരും അവരെ പഴി പറയരുത്, ആരുടെയും മുൻപിൽ എൻ്റെ മക്കള് താഴ്ന്നു പോവരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ കടമയാണ് നമ്മുടെ മാതാപിതാക്കളുടെ കല്ലറകള്, അവർ വിശ്രമം കൊള്ളുന്ന സ്ഥലം അത് ഏറ്റവും മനോഹരമാക്കണം എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മാതാപിതാക്കൾ വിശ്രമിക്കുന്ന ഈ സ്ഥലം മനോഹരമാക്കുവാൻ വേറെ ആരും വരത്തില്ലെന്ന്. കാരണം വേറെ ആരെയും അവരങ്ങനെ സ്നേഹിച്ചിട്ടില്ല, വേറെ ആർക്കും വേണ്ടി അവരുടെ ജീവിതം അവർ ബലി കഴിച്ചിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും കിടക്കുന്ന സ്ഥലം ഞാൻ മാത്രമാണ് നേരെയാക്കേണ്ടത്, മറ്റാരുമല്ല നേരെയാക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ഈ സമയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഈ കല്ലറയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ ഈ മണ്ണ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടയാളം നിഴലിക്കുന്ന മണ്ണാണിത്. ഇത് വെറുമൊരു മണ്ണല്ല. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മെ സ്നേഹിച്ച നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ശരീരം അഴിഞ്ഞു തീർന്ന അല്ലെങ്കിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്ന മണ്ണിലാണ് ഞാനും നീയും നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടാവണം. അതുകൊണ്ട് ആ തുടക്കത്തിൽ പറഞ്ഞത് ഇത് പരിപാവനമായ മണ്ണ, ശ്രേഷ്ഠമായ മണ്ണാണ്. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന മണ്ണ് പോലെയല്ല ഇത്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഇതെന്റെ രക്തത്തിൽ കുതിർന്ന മണ്ണാണ്. ഇവിടെ കുതിർന്ന ആ വ്യക്തികളാണ് ഞാൻ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്നെ വളർത്തിയെടുത്തത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ മണ്ണിൽ നിങ്ങൾ തൊട്ടു പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറും.
ഈ മണ്ണിൽ തൊട്ട് നിങ്ങളുടെ വേദനകൾ പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ, ഈ പൂർവികർ നമുക്ക് വേണ്ടി കർത്താവിന്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കും. എന്നിട്ട് പറയും, എന്റെ മക്കൾ ദാ നിലവിളിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിക്കുന്നു. കർത്താവെ, എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരെ തൊടണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പൂർവികരാ ഇവിടെ കിടക്കുന്നത്, അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വേദനകളോ പ്രയാസങ്ങളോ, നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സംഭവങ്ങളോ ഒക്കെ നിന്റെ ജീവിതത്തിൽ വരുമ്പോ, മറികടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഈ തിമിത്തേരിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ മണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറും, അഭിഷേകമായിട്ട് മാറും. പ്രതിസന്ധികളിൽ ധീരമായിട്ട് ശക്തിയോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ബലം നൽകും. നമ്മുടെ പൂർവികരുടെ മധ്യസ്ഥം അത് വലിയ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഈ മണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കുവാൻ, ഈ അനുഗ്രഹത്തിന്റെ മണ്ണിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാ അത് അനുഗ്രഹമായിട്ട്? നിന്റെ പ്രതിസന്ധികളും വേദനകളും ഇവിടെ ഈ മണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് നിനക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാവും, നിനക്ക് ബലമുണ്ടാവും. എന്തുകൊണ്ടാ? കാരണം ഇതാണ്, നിനക്ക് വേണ്ടി ഒത്തിരി നൊന്ത ഹൃദയമായി ഇവിടെ കിടക്കുന്നത്. നിനക്ക് വേണ്ടി ഒത്തിരി കണ്ണീരൊഴുക്കിയ കണ്ണുകളാ, നയനങ്ങളാ ഇവിടെ കിടന്നുറങ്ങുന്ന, അന്ത്യവിശ്രമം കൊള്ളുന്നത്. വെറുതെക്കാരല്ല. നിനക്ക് വേണ്ടി എത്രയോ രാവുകൾ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ച കരങ്ങളാ, നയനങ്ങളാ. നിനക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച കരങ്ങളാ ഇവിടെ കഴിയുന്നത്. നിനക്ക് വേണ്ടി എത്രയോ നടന്ന കാൽപാദങ്ങളാ, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ശരീരമാണ്. അതുകൊണ്ടാണ് ഈ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടതാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹമാണെന്ന് പറയുന്നത്. ഇത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ദിവസം പ്രത്യേകിച്ച് ഈ വിശുദ്ധ ബലിയില് ഈ സിമിത്തേരിയെ ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ സിമിത്തേരിയെ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഇടത്തെ സ്നേഹിക്കുവാൻ, എപ്പോഴും ഇവിടേക്ക് കടന്നു വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ, ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഈ സിമിത്തേരി ഒന്ന് ധ്യാനിക്കുവാൻ, എളിമപ്പെടുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിമിത്തേരി നൽകുന്ന മറ്റൊരു സന്ദേശം കൂടി ഉണ്ട്. അത് തുടക്കത്തിൽ നമ്മൾ കേട്ടത് തന്നെ, നിന്റെ വാസസ്ഥലം ഇവിടെയല്ല, അത് മറ്റൊരിടമാ. അതെവിടെയാ? അത് സ്വർഗമാണ്. അപ്പൊ നിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമ്പോ നിന്റെ ശരീരം അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന ഇടത്താണ് നീ ഇന്ന് നിന്നുകൊണ്ട് ഈ ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദാനമായി ലഭിച്ച ശരീരം വിശ്രമം കൊള്ളാൻ പോകുന്ന ഈ സ്ഥലത്തെ നമുക്ക് മനോഹരമാക്കാം. നമ്മുടെ പൂർവികരെ നമുക്ക് ധ്യാനിക്കാം, സ്നേഹിക്കാം. വിശ്വാസത്തിന്റെ അടയാളമാണ്. കാരണം ഞാനും എൻ്റെ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ അടയാളമാണ് നമ്മുടെ സിമിത്തേരികള്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ബോധ്യങ്ങൾ ഉണ്ടാവട്ടെ. ചുമ്മാ ജീവിച്ചു പോവാതെ ബോധ്യങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ചില ബോധ്യങ്ങളൊക്കെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാമത്തെ ബോധ്യം, എനിക്ക് സ്ഥലമൊരുക്കാൻ പോയ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കട്ടെ. എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയ ക്രിസ്തു, ആ ഒരു ബോധ്യം ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമതായിട്ട്, ഞാൻ അലിഞ്ഞു ചേരേണ്ട ഈ മണ്ണിന്റെ മഹത്വം, അനുഗ്രഹിക്കപ്പെട്ട പരിപാവനമായ ഈ മണ്ണിന്റെ മഹത്വം, ഈ മണ്ണ് കാത്തു സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, കടമയാണ്, അത് മറ്റാരുടെയും കടമയല്ല എന്നുള്ള ഒരു ചിന്ത, അതൊരു ബോധ്യമായിട്ട് മാറണം. അതെൻ്റെ പ്രവൃത്തി പദത്തിലേക്ക് എത്തണം. മൂന്നാമതായിട്ട്, എൻ്റെ ശരീരം എൻ്റെ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കാളിയാകുമെന്ന വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.